എല്ലാവർക്കും മനോസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് പൊരിച്ചെടുക്കുന്നതാണ്. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡ് എങ്ങനെയാണ് പൊരിച്ചെടുക്കണേന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ചെറിയ വീഡിയോ ആണ്, കൂട്ടുകാർ മുഴുവനും കാണാനോട് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ പ്ലീസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോറിന് പകരം നമ്മൾ അരിപ്പൊടി എടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഞാനിവിടെ കോൺഫ്ലോറാണ് ചേർത്തിട്ടുള്ളത്. കോൺഫ്ലോർ ആയാലും അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. കോൺഫ്ലോറൊക്കെ ആകുമ്പം ബ്രെഡ് അധികം എണ്ണ കുടിക്കില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട്. കറുത്ത എള്ള് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയാണ്. ഇനി ഞാൻ ചേർക്കുന്നത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പാല് തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നല്ല കട്ടയില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാം. പാലിന് പകരം വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പാലൊഴിക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റും കൂടി നമ്മുടെ ബ്രെഡ് പൊരിക്ക് ഉണ്ടാവും. അപ്പം ഞാനിവിടെ 1 കപ്പ് പാല് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട്. കട്ടയില്ലാതെ നന്നായി തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഒരു 7-8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം മുഴുവനോടെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഓയിലൊന്ന് ചൂടാവാൻ വെച്ച ശേഷം ഈ ബ്രെഡ് എടുത്ത് ഈ മൈദയുടെ കൂട്ടിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. എല്ലാ സൈഡൊന്ന് മുക്കിയ ശേഷം നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഓയിൽ നല്ല ചൂടായ ശേഷം വേണം ബ്രെഡ് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നീട് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ തിരിച്ചിടാനൊന്നും ചെയ്യരുത്. ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു ബ്രെഡ് പൊരിയും. കൂട്ടുകാരെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.